ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അപ്പം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പുതിയ സീരീസാണിത്. അപ്പോൾ അതിൻ്റെ 3rd പാർട്ടിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 13th ക്വസ്റ്റ്യൻ വരെ ചെയ്തു. അപ്പം നമുക്കിന്ന് 14 തൊട്ട് പോവാം. ഓക്കെ, അപ്പം 14th ക്വസ്റ്റ്യൻ ഇതാണ്: The species facing competition might evolve mechanism that promote coexistence rather than exclusion. Evaluates the statement. Okay. അപ്പം ചോദ്യം ഇതാണ് നമ്മുടെ 4 പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് ഉണ്ട്. അപ്പം അതിനകത്തുള്ള ഒന്നാണെന്ത് നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം കോമ്പറ്റീഷൻ നമുക്കറിയാം, കോമ്പറ്റീഷൻസിന് മെയിൻലി സംഭവിക്കുന്നത് എന്താണ്? 2 പാർട്ടിക്കും ഹാം ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് കോമ്പറ്റീഷൻ അല്ലേ. ഇനി അതിൽ സുപ്പീരിയർ സ്പീഷീസ് ആയിട്ടുള്ളതായിരിക്കും എപ്പോഴും ആ കോമ്പറ്റീഷനിൽ ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റ് ഇൻഫീരിയർ സ്പീഷീസ് എന്ത് ചെയ്യും? നശിച്ചു പോകും. ഇതാണ് കോമ്പറ്റീഷന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കോമ്പറ്റീഷൻ? 2 പാർട്ടീസിനും ഹാം ഉണ്ടാവും. അതിൽ സുപ്പീരിയർ സ്പീഷീസ് ഏതാണോ അത് സർവൈവ് ചെയ്യുകയും ഇൻഫീരിയർ സ്പീഷീസ് നശിച്ചു പോവുകയും ചെയ്യും. നോർമലായിട്ട് ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എല്ലായ്പ്പോഴും ഇങ്ങനെ ഇൻഫീരിയർ സ്പീഷീസ് നശിച്ചു പോകുന്നില്ല. പകരം ഈ കോമ്പറ്റീഷനിൽ ഏർപ്പെടുന്ന 2 സ്പീഷീസും കോ എക്സിസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം സാർ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ, അതായത് ഇൻഫീരിയർ സ്പീഷീസ് നശിച്ചു പോകുന്നത് റിസോഴ്സസ് ലിമിറ്റഡ് ആയിട്ട് വരുമ്പോഴാണ്. ഇപ്പം ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ലിമിറ്റഡ് ആണ്, ഫുഡ് ലിമിറ്റഡ് ആണ്. അപ്പൊ പിന്നെ എന്താണ്? അടി വെച്ച് കഴിച്ചാലേ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു സ്പീഷീസിന് ലാക്ക് വരും. പക്ഷേ റിസോഴ്സ് അബണ്ടന്റ് ആണ്, റിസോഴ്സ് ആവശ്യത്തിനധികം ഉണ്ട്, എന്നിട്ട് വരുന്ന കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് 2 പോപ്പുലേഷനും ശരിക്കും നശിച്ചു പോകുന്നില്ല. അവര് വേറെ മെത്തേഡ്സ് കണ്ടുപിടിക്കുന്നു, കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതിനെ കുറിച്ചാണ് ശരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? റിസോഴ്സുകൾ ആവശ്യം പോലെ ഉണ്ട്. ഇപ്പൊ ലാൻഡ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, അതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഏതെങ്കിലും ഒരു ഇൻഫീരിയർ ആയിട്ടിരിക്കുന്ന ഒരു സ്പീഷീസ് നശിച്ചു പോകുക എന്നുള്ളതല്ല, ഇവര് കോ എക്സ്റ്റിങ്ഷനിലോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചാണ് ഇതിന്റെ ഉത്തരം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം കോ എക്സിസ്റ്റൻസ് അവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കോ എക്സിസ്റ്റൻസ് ബൈ റിസോഴ്സ് പാർട്ടീഷനിങ്, ഈ വാക്ക് അതിനകത്ത് വരണം. ഓക്കെ, അപ്പം റിസോഴ്സ് ആവശ്യത്തിലധികം ഉണ്ട് എങ്കിൽ അവരെന്ത് ചെയ്താൽ മതി? അതിനെ ഷെയർ ചെയ്താൽ മതി. കോമ്പറ്റീഷനിൽ ഏർപ്പെടുന്ന 2 സ്പീഷീസുകളും റിസോഴ്സുകളും പാർട്ടീഷൻ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അതെങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്? 2 സ്പീഷീസ് ചൂസ് ഡിഫറെന്റ് ടൈംസ് ഫോർ ഫീഡിങ് ഇൻ ഡിഫറെന്റ് പാറ്റേൺസ് ഓർ ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് ഫോറേജിങ്. ഓക്കെ, അതായത് അവര് ഈ റിസോഴ്സുകൾ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ റിസോഴ്സ് പാർട്ടീഷനിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഒന്ന്, അവർ ഡിഫറെന്റ് ടൈമിൽ ഇറങ്ങി ഫുഡ് കഴിക്കുക. അപ്പം ഒരു സ്പീഷീസ് ഫുഡ് കഴിക്കുന്ന സമയത്ത് വേറൊരു സ്പീഷീസ് വരത്തില്ല, കാര്യം അതിന്റെ ഫുഡ് കഴിക്കുന്ന ടൈം വേറെയാണ്. ഓക്കെ, കാര്യം ഒരാൾ രാവിലെ ആയിരിക്കും, മറ്റാൾ നൊക്ടേണലായിരിക്കും. ഇനി അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോറേജിങ് പാറ്റേൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അതായത് അത് കഴിക്കുന്ന ടെക്നിക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഗ്രൂപ്പായിട്ട് പോയി കഴിക്കത്തില്ല, ഈ വിശക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് പോയി കഴിക്കുന്ന രീതിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഫോറേജിങ് പാറ്റേൺസ് ഉണ്ടാവും. അപ്പം ഡിഫറെന്റ് ടൈംസിൽ ഫുഡ് കഴിക്കുന്നതിലൂടെ, ഡിഫറെന്റ് ഫോറേജിങ് പാറ്റേൺസിലൂടെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? റിസോഴ്സ് പാർട്ടീഷൻ ചെയ്യും. ഓക്കെ, പക്ഷെ ഇത് കുറച്ചുകൂടെ മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു 3 മാർക്സ് വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതിന് നമ്മൾ കുറച്ചുകൂടെ എഴുതണം. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ അങ്ങ് എഴുതുക. എക്സാമ്പിൾ ഏതാണ്? മിക്ക ആർച്ചറിന് പുള്ളി വാർബ്ലർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് 5 ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഒരേ മരത്തിൽ സെയിം ട്രീയിൽ എന്ത് ചെയ്തു? കോ എക്സിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ 2 സ്പീഷീസ് അല്ല ഇവിടെ കോമ്പറ്റീഷനിൽ ഏർപ്പെട്ടത്, 5 സ്പീഷീസ് ഓഫ് വാർബ്ലർ ബേർഡ്സ് എന്ത് ചെയ്തു? കോമ്പറ്റീഷനിൽ ഏർപ്പെട്ടു. എങ്കിലും ഒന്ന് പോലും എന്ത് ചെയ്തിട്ടില്ല? എലിമിനേറ്റ് ആയി പോയില്ല. നോ സ്പീഷീസ് ഈസ് എലിമിനേറ്റഡ്. അപ്പൊ ഇത് കോ എക്സിസ്റ്റൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. റൈറ്റ് ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഓഫ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആൻഡ് ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ. ഓക്കെ, അപ്പം ഗ്രേസിംഗ് ഫുഡ് ചെയിന്റെയും ഡെറ്റിറ്റസ് ഫുഡ് ചെയിന്റെയും ഫസ്റ്റ് ട്രോഫിക് ലെവലിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡ് ചെയിൻ അറിയാമല്ലോ.
ഫുഡ് ചെയിൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സിൽ നിന്നാണ്. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ഇങ്ങനെ അങ്ങ് പോവുക. ഇതാണ് ഒരു ഫുഡ് ചെയിൻ്റെ രീതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആരാണ്? പ്ലാന്റ്സ് ആണ്. ഇനി രണ്ടാമത്തത് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഡെട്രിറ്റസ് ഫുഡ് ചെയിനകത്ത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് ആൻഡ് ഡീക്കേഡ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഡെട്രിറ്റസ് ആണ് അവിടെയുള്ള മേജർ ആയിട്ടുള്ള പ്രൊഡ്യൂസർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ. ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് വെച്ചാൽ ആരാണ്? പ്രൊഡ്യൂസർ. അപ്പൊ ഗ്രേസിംഗ് ഫുഡ് ചെയിനിലുള്ള പ്രൊഡ്യൂസർ ആരാണ്? പ്ലാന്റ്സ്. ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലുള്ള പ്രൊഡ്യൂസർ ആരാണ്? ഡെട്രിറ്റസ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം വിച്ച് ഫുഡ് ചെയിൻ ഈസ് ദ മേജർ കോണ്ടുവന്റ് ഫോർ എനർജി ഫ്ലോ? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ഫുഡ് ചെയിൻ വഴിയാണ് എന്ത് നടക്കുന്നത്? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജി ഫ്ലോ നടക്കുന്നത്, അല്ലെ? അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് പ്രൈമറി കൺസ്യൂമറിലോട്ട്, അവിടെ നിന്ന് സെക്കൻഡറി കൺസ്യൂമറിലോട്ട്, ടെറിഷറി കൺസ്യൂമർ, ഈ ഒരു എനർജി ഫ്ലോ നടക്കുന്നത് എപ്പോഴും ഫുഡ് ചെയിനിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യം, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ പ്രൈമറി ആയിട്ടുള്ള ഫുഡ് ചെയിൻ ഏതാണ്? ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണോ അതോ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മുടെ സൂ പ്ലാങ്ക്ടൺസും ഫൈറ്റോ പ്ലാങ്ക്ടൺസും ആണ് അവിടുത്തെ ഏറ്റവും പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇത് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ആരാണ് എന്താണ് നമ്മുടെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ മേജർ ആയിട്ടുള്ള ഫുഡ് ചെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനകത്ത് ഏറ്റവും മേജർ ആയിട്ട് പാർട്ട്. അപ്പൊ അതിന്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എയുടെ ഉത്തരം എന്താണ്? ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ഫസ്റ്റ് ട്രോഫിക് ലെവൽ പ്ലാന്റ്സ് ആണ്. ഡെട്രിറ്റസ് ഫുഡ് ചെയിനകത്ത് ഡെട്രിറ്റസ് ആണ്. ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനകത്ത് മേജർ ആരാണ്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, പാത്തജൻസ് ആർ യൂസ്ഡ് വെരി എഫക്റ്റീവ്ലി ഇൻ ബയോടെക്നോളജി ടു ട്രാൻസ്ഫർ ദ DNA into host cells, plants and animals. Substantiate with suitable example. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ റീകോമിനന്റ് DNA ഉണ്ടാക്കി വെച്ചു. ഈ റീകോമിനന്റ് DNA എന്ത് ചെയ്യുക? അനിമൽ ഹോസ്റ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലാന്റ് ഹോസ്റ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് വെക്ടേഴ്സ് എന്ന് പറയും, അല്ലെ? ഇപ്പൊ റീകോമിനന്റ് DNA ഹോസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് ഇങ്ങനെ പ്ലാന്റ്സിലായാലും ശരി അനിമൽസിലായാലും ശരി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെക്ടേഴ്സ് പാത്തോജൻസ് ആണ് എന്നാണ് പറയുന്നത്. പാത്തോജൻസ് എന്ന് വെച്ചാൽ എന്താണ്? രോഗം ഉണ്ടാക്കാൻ കഴിവുള്ള രോഗകാരികൾ. ഓക്കെ, അപ്പൊ മുന്നേ രോഗം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇപ്പൊ ആരായിട്ട് ഉപയോഗിക്കുന്നത്? വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻലി രണ്ട് ആൾക്കാരാണ് ഇവിടുത്തെ നമ്മുടെ പാത്തോജൻസ്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അനിമൽസ് എന്നും പ്ലാന്റ്സ് എന്നും വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഉത്തരം എഴുതുന്ന സമയത്ത് പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന വെക്ടർ ആരാണെന്ന് എഴുതണം, അനിമൽസിൽ ഉപയോഗിക്കുന്ന പാത്തോജനിക് വെക്ടർ ആരാണെന്ന് നമ്മൾ എഴുതണം. അതാണ് ഇവിടുത്തെ കാര്യം. അപ്പം ആദ്യം നമ്മൾ പ്ലാന്റ്സിലോട്ട് പോവാം. പ്ലാന്റ്സിലോട്ട് നമ്മൾ പോകുമ്പോൾ പ്ലാന്റ്സിന് അസുഖം ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവര് അസുഖം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇവരുടെ അകത്തുള്ള tDNA അകത്തോട്ട് കടത്തിവിടും, പ്ലാന്റ്സിനകത്തോട്ട് കടത്തിവിടും. ഈ tDNA കാരണം എന്തുണ്ടാവും? പ്ലാന്റ്സിന്റെ ബോഡിയിൽ ട്യൂമേഴ്സ് ഉണ്ടാവും. ഈ ട്യൂമേഴ്സ് അടുത്ത് ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് സെക്രീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആൾ. രണ്ട്, അനിമൽസിൽ നോക്കുമ്പോൾ റിട്രോവൈറസ് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് അതിന് അനിമൽ സെല്ലിനെ ഇൻഫെക്ട് ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്. അതായത് അനിമൽ സെല്ലിനകത്തോട്ട് കയറുന്നു, അതിന്റെ മെഷീനറി ഇതെടുക്കുന്നു, ഇതിനാവശ്യമുള്ള പ്രോട്ടീൻ അതിനെ കൊണ്ടുണ്ടായിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിത് മനസ്സിലായി. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫിക്കൻസ് ആയാലും ശരി റിട്രോവൈറസ് ആയാലും ശരി എന്തോ സബ്സ്റ്റൻസുകൾ അനിമൽസിനകത്തോട്ടും പ്ലാന്റ്സിനകത്തോട്ടും കടത്തിവിടാൻ അതിന് കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മോഡിഫിക്കേഷൻ വരുത്തി, ഈ വെക്ടേഴ്സിന് നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തി. നമ്മുടെ tDNAക്ക് അഗ്രോബാക്ടീരിയം ട്യൂമിഫിക്കൻസ് അതോട്ട് കടത്തി വിടുന്നതിന് നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തി. അതിന് നമ്മൾ എന്താക്കി മാറ്റി? TI പ്ലാസ്മിഡുകളാക്കി മാറ്റി, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡുകളാക്കി മാറ്റി. അപ്പൊ ഈ പ്ലാസ്മിഡ് ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഡിസൈഡ് ആയിട്ടുള്ള പുതിയ ജീനിനെ അകത്ത് കയറ്റി വിടാൻ പറ്റും. ഇതാണ് ഒന്നാമത്തത്, പ്ലാന്റ്സിലെ കാര്യം. ഇനി രണ്ടാമതോ റിട്രോവൈറസിന്റെ കാര്യം എടുത്താലോ? ഇത് തന്നെയാണ്. റിട്രോവൈറസ് ഡിസീസ് കോസ് ചെയ്യാൻ കഴിവുള്ള വൈറസുകളാണ്. അതിന് നമ്മൾ ഡിസീസ് കോസിങ് എബിലിറ്റി നമ്മൾ എടുത്ത് മാറ്റുന്നു. അതിനുശേഷം ഇതിന് ബോഡിയിൽ നമ്മൾ എന്താ കൊടുക്കുന്നു? നമ്മുടെ റീകോമിനന്റ് DNA കൊടുക്കുന്നു. റിട്രോവൈറസ്
നമ്മുടെ അനിമൽ സെല്ലിനെ ഇൻഫെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റീകോമിനന്റ് DNA അനിമൽ സെല്ലിനകത്തോട്ട് പോകുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഡിസാംഡ് പാത്തോജനിക് വെക്ടേഴ്സിൽ ഒന്ന് TI പ്ലാസ്മിഡ്. TI പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡുകളാണ്. അഗ്രോബാക്ടീരിയൻ ട്യൂമിഫിക്കൻസിനകത്താണ് അത് എടുക്കുന്നത്. ഇനി അടുത്ത അനിമൽസിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ് ആര്? റിട്രോ വൈറസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അഗ്രോബാക്ടീരിയൻ ട്യൂമിഫിക്കൻസിന്റെ കാര്യം എന്താണ് പറയുന്നത്? TDNA നോർമലി എന്തുണ്ടാക്കും? ട്യൂമർ ഉണ്ടാക്കും. ഈ ട്യൂമർ കാരണം എന്തുണ്ടാവും? ട്യൂമർ സെൽസിൽ നിന്ന് നമ്മുടെ ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കൽസിനെ ഉണ്ടാക്കുക. നോർമലി ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിനിപ്പോ നമ്മൾ എന്താക്കി മാറ്റി? നമുക്ക് ആവശ്യമുള്ള TI പ്ലാസ്മിഡുകളാക്കി മാറ്റി. ഇതിപ്പോ നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? വെക്ടർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റിട്രോ വൈറസിന്റെ സംഭവം എന്താണ്? അത് നോർമൽ സെല്ലിനെ ക്യാൻസർ സെല്ലുകളാക്കി മാറ്റുക എന്നുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ അതിന് എന്താക്കി? ഡിസാംഡ് റിട്രോ വൈറസ് ആക്കി മാറ്റി. അപ്പൊ ഇനി അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നോർമൽ സെല്ലിനെ ക്യാൻസർ സെല്ലുകളാക്കി മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇപ്പം അതിനെന്തായിട്ട് പ്രവർത്തിക്കാൻ പറ്റും? നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വെക്ടറായിട്ട് അതിന് പ്രവർത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്? ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. അപ്പോൾ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സുമായിട്ട് അതിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും അല്ലെ? ഇപ്പൊ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് നല്ല ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടാവും, നല്ല ഓർഡർ ഉണ്ടാവും, പിന്നെ അതിനകത്ത് ഹണി ഉണ്ടാവും. പക്ഷെ വാട്ടർ പോളിനേറ്റഡ് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ അങ്ങ് എഴുതുക. അപ്പൊ സിമ്പിൾ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഗീവ് എക്സാമ്പിൾസ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, അപ്പം ഇതെന്താണ്? ഇതിന്റെ എക്സാമ്പിൾസ് കൊടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിന് എക്സാമ്പിൾസ് കൊടുക്കുക. എ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവർ വേർ പോളൻ റിലീസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. ഓക്കെ, സർഫസ് ഓഫ് വാട്ടറിൽ വെച്ച് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിനും വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ് വേർ പോളൻ റിലീസ്ഡ് ഇൻസൈഡ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പം വെള്ളത്തിനടിയിൽ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ വെച്ച് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ മുകളിലുള്ളത് വാലിസ്നറിയും താഴെ വരുന്നത് സീഗ്രാസും ആണ്. ഓക്കെ, നമുക്ക് ഉത്തരത്തിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം അഡാപ്റ്റേഷൻസ് നോക്കാം. അഡാപ്റ്റേഷൻസ്, വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ അഡാപ്റ്റേഷൻസ് എന്താണ്? മെയിൻലി കളർലെസ് ആണ്, നെക്ടർ ഇല്ല, ഓർഡർലെസ് ആയിരിക്കും, യൂണിസെക്ഷൽ ആയിരിക്കും. ഇനിയാണ് ഇമ്പോർട്ടന്റ് കാര്യം വരുന്നത്. പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ മ്യൂസിലേജിനസ് കവറിംഗ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വെള്ളത്തിന്റെ മുകളിൽ കൂടെ വാട്ടർ കറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്? പോളിനേഷൻ നടക്കുന്നത്. വാട്ടർ കറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോളിനേഷൻ നടക്കുന്നത്. അപ്പൊ വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയി പോളിനേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് പുറത്ത് എന്ത് വേണം? ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? വെള്ളത്തിൽ നനയും. ഓക്കെ, ഇനി അടുത്ത് സ്റ്റിക്കി ആൻഡ് അൺവെറ്റബിൾ സ്റ്റിഗ്മ. അടുത്ത് ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ കാര്യം പറയാണ്. സ്റ്റിക്കി ആൻഡ് അൺവെറ്റബിൾ സ്റ്റിഗ്മ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ സ്റ്റിഗ്മയുടെ പുറത്താണ് ആര് വന്നിരിക്കേണ്ടത്? നമ്മുടെ പോളൻ ഗ്രെയിൻസ് വന്നിരിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ പോളൻ ഗ്രെയിൻസിനെ വാട്ടർ പ്രൂഫ് ആക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്റ്റിഗ്മ നനഞ്ഞു കഴിഞ്ഞാൽ വന്നോട്ടോ? ഇല്ല. അപ്പം അൺവെറ്റബിൾ ആയിട്ടുള്ള സ്റ്റിഗ്മയാണ് ഒന്നാമത്തത്. പിന്നെ അത് സ്റ്റിക്കിയും കൂടെയാണ്. അപ്പൊ ഇത് ഒഴുകി വരുന്ന പോളൻ ഗ്രെയിൻ അതിന്റെ പുറത്ത് വന്ന് എന്ത് ചെയ്യാം? ഒട്ടിപ്പിടിക്കാൻ തക്കവണ്ണമുള്ള സ്റ്റിഗ്മയാണ്. ഓക്കെ, ഇനി അടുത്ത് ഫീമെയിൽ ഫ്ലവേഴ്സ് ഹാവ് എ ലോങ് കോയിൽഡ് സ്റ്റോക്ക്. ഓക്കെ, അതായത് നമ്മുടെ ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ കാര്യം, ഇത് വാട്ടറിന്റെ മുകളിൽ പോളിനേഷൻ നടത്തുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റോക്ക് എന്തായിരിക്കും? ഭയങ്കര നീളമുള്ളതായിരിക്കും. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഫീമെയിൽ ഫ്ലവേഴ്സ് വെള്ളത്തിന്റെ മുകളിൽ എത്തത്തുള്ളൂ. ഇനി അടുത്ത് ഫീമെയിൽ ഫ്ലവേഴ്സ് റിമെയിൻ സബ്മേർജ്ഡ്. എന്താണ്? അടിയിൽ വെച്ച് പോളിനേഷൻ നടത്തുന്ന ഫ്ലവേഴ്സ് ആണെങ്കിൽ അതിന് സബ്മർജ് ചെയ്ത് നിൽക്കേണ്ട അബിലിറ്റി ഉണ്ടാവണം. ഇനി മെയിൽ ഫ്ലവേഴ്സ് ആർ റിലീസ്ഡ് ഓൺ ദ സർഫസ് ആൻഡ് ക്യാരിഡ് ബൈ വാട്ടർ കറൻസ് ഇൻ ദ സർഫസ് ഓഫ് സ്റ്റിഗ്മ. ഇത് വളരെ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ പറയുന്നത് മെയിൽ ഫ്ലവേഴ്സ് മുകളിൽ വിടുന്നു അല്ലെ? അതായത് മെയിൽ ഫ്ലവേഴ്സ് എന്ത് ചെയ്യുന്നു? വാട്ടറിൽ നിന്ന് ഒഴുകി വരുന്ന സമയത്ത് ഇതില് ആ പോളൻ ഗ്രെയിൻസിന്റെ ഷേപ്പ് ലോങ് റിബൺ ലൈക്ക് പോളൻ ഗ്രെയിൻ ആണ് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അതിന് ഒഴുകി വരാൻ പറ്റൂ. കറക്റ്റ് ആയിട്ട് വെള്ളത്തിന്റെ കറണ്ട് അനുസരിച്ച് ഒഴുകി വരാനായിട്ട് പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും അഡാപ്റ്റേഷൻസ് ആണ് മെയിൻലി നമ്മുടെ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞതുപോലെ പോളൻ എ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവർ വേറസ് പോളൻ റിലീസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ആണെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് വാലിസ്നേറിയ. ഇനി ഇൻസൈഡ് വാട്ടർ ആണെങ്കിൽ എന്താണ്? സീ ഗ്രാസസ് ആണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം.
for effective treatment of a disease, early diagnosis and understanding its pathophysiology is very important. Early detection is possible through molecular diagnosis. Explain 3 molecular diagnosis tools for early detection of disease. Okay. അപ്പോൾ ഇവിടെ ഏർലി ഡയഗ്നോസിസിന്റെ കാര്യം പറയാം. അതായത് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രോഗനിർണയം. അപ്പം നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക, അല്ലെ? അപ്പം എന്തെങ്കിലും ചുമയോ തുമ്മലോ പനിയോ ഒക്കെ കാണിക്കുക, അതായത് ഏതെങ്കിലും ഒരു സിംറ്റം കാണിക്കുമ്പോഴായിരിക്കും നമ്മൾ പോവുക. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓൾറെഡി അസുഖം ഉണ്ടാക്കാൻ തക്കവണ്ണം നമ്മുടെ ബോഡിയിൽ അവർ വളർന്നിട്ടുണ്ട്, ആ പാത്തജൻസ് വളർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ സിംറ്റംസ് ഉണ്ടായത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് അത് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ രോഗം വരുന്നതിന് മുന്നേ തന്നെ അതിനെ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഈ രോഗം ഉണ്ടാക്കുന്ന കപ്പാസിറ്റിയിലോട്ട് നമ്മുടെ പാത്തജൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രോഗം വരാതെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിനെയാണ് നമ്മൾ ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഏർലി ഡയഗ്നോസിസ് നമുക്ക് എങ്ങനെ ചെയ്യാം, അതിന് എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പം ഏർലി ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പ്രിൻസിപ്പിൾ നിങ്ങൾ മറന്നു പോകരുത്. ഒരു ട്രേസ് എമൗണ്ടിൽ എങ്കിലും, അതായത് നമ്മുടെ ബ്ലഡിനകത്ത് വളരെ ചുരുക്കം എമൗണ്ട് പാത്തജൻസ് ഉണ്ടെങ്കിലും അതിനെ ഡിറ്റക്ട് ചെയ്യേണ്ട കഴിവിനെയാണ്, ആ കഴിവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മോളിക്കുലാർ ഡയഗ്നോസിസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിനകത്ത് 3 മെത്തേഡാണുള്ളത്. ഒന്ന് PCR, രണ്ടാമത്തത് എലൈസ, പിന്നെ അത് കഴിഞ്ഞ് റേഡിയോ ആക്റ്റീവ് പ്രോബ്. ഓക്കെ. ഇത് 3ഉം എന്തിനകത്ത് വരുന്നതാണ്, റീകോമിനന്റ് DNA ടെക്നോളജിക്ക് അകത്ത് വരുന്ന 3എണ്ണമാണ് എന്തൊക്കെ, PCR, എലൈസ, റേഡിയോ ആക്റ്റീവ് പ്രോബ്. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് PCR-ന്റെ കാര്യം നോക്കാം. PCR-നകത്ത് സംഭവിക്കുന്നത്, നമ്മൾ PCR മെയിൻലി ചെയ്യുന്നത് HIV സസ്പെക്റ്റഡ് പേഷ്യൻസിനാണ് കൂടുതലായിട്ട് നമ്മൾ PCR ചെയ്യുന്നത്. അപ്പം അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ എയ്ഡ്സ് രോഗം നേരത്തെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം അവർക്ക് പിന്നെ അത് വരേണ്ട സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് വന്നിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നടക്കുക ഇല്ല. അപ്പം നമുക്കത് എന്ത് ചെയ്യണം, ഏർലി ഡയഗ്നോസിസ് ചെയ്യണം. അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടെസ്റ്റ് ആയിട്ടുള്ള എലൈസ ചെയ്യുന്നു, PCR ചെയ്യുന്നു. അപ്പൊ PCR ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തെങ്കിലും ഒരു ട്രേസ് എമൗണ്ടിലെങ്കിലും നമ്മുടെ ഏതെങ്കിലും പാത്തജനിക് DNA ഉണ്ടെങ്കിൽ അതുമായിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നടത്തി അതിന്, അതായത് ഒരു ചെറിയ എമൗണ്ട് ഓഫ് പാത്തജൻ ഉണ്ടെങ്കിൽ PCR വെച്ച് നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരുപാട് ആക്കി മാറ്റും. അപ്പൊ എന്തെങ്കിലും ഒരു ചെറുതുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് PCR-നകത്ത് വരുന്നത്. അടുത്ത് വരുന്നത് എന്താണ്, എലൈസ. എലൈസയുടെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ്. എന്താണ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ? ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ നോർമലി നമ്മുടെ ബോഡിയിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മൾ അകത്ത് കയറുമ്പോൾ അതിനാണ് നമ്മൾ മെയിൻലി ആന്റിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ആന്റിജൻസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബോഡി ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പം ഇതിലേതെങ്കിലും ഒന്നിനെ ഞാൻ ബ്ലഡിൽ കണ്ടുപിടിച്ചാൽ മതി. ഒന്നേ അകത്തോട്ട് കയറിയ ട്രേസ് എമൗണ്ടിലായാലും അകത്തോട്ട് കയറിയ ആന്റിജനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ കയറിയ ആന്റിജൻ എതിരായിട്ട് എൻ്റെ ബോഡി ഒരു ആന്റിബോഡി ഉണ്ടായി കാണുമല്ലോ, ആ ആന്റിബോഡിയെ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷന്റെ ബേസിസിലാണ് ഈ ടെസ്റ്റ് റൺ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ആന്റിജൻ അകത്തുണ്ടെങ്കിൽ ആന്റിബോഡി ഉണ്ട്. ആന്റിബോഡി ഞാൻ കണ്ടുപിടിച്ച എനിക്കറിയാം ആന്റിജൻ കയറിയോണ്ടാണ് ഇതുണ്ടാക്കിയത്. ഓക്കെ. ഇനി അടുത്തത് റേഡിയോ ആക്റ്റീവ് പ്രോബുകളാണ്. റേഡിയോ ആക്റ്റീവ് പ്രോബുകൾ നമ്മൾ മെയിൻലി എന്തെങ്കിലും മ്യൂട്ടേറ്റഡ് ജീൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റേഡിയോ ആക്റ്റീവ് പ്രോബുകൾ നമ്മൾ ഉണ്ടാക്കിയത്. എന്താണ്, മ്യൂട്ടേറ്റഡ് ജീൻസിനെ കണ്ടുപിടിക്കാൻ. ഓക്കെ. അപ്പം എൻ്റെ ബോഡിയിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് പ്രോബ്സിനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ ഓൾറെഡി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം നോർമൽ ജീൻ എങ്ങനെ ഇരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ആ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ജീൻ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതിൽ ഞാൻ ഒരു പ്രോബ് അറ്റാച്ച് ചെയ്തു, റേഡിയോ ആക്റ്റീവ് പ്രോബ് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഇതിനെ ഞാൻ എൻ്റെ ബോഡിയിലുള്ള DNA ആയിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിടുന്നു. അപ്പൊ അങ്ങനെ വിടുന്ന സമയത്ത് എവിടെയെങ്കിലും മ്യൂട്ടേഷൻ ഉള്ള പാർട്ട് ഉണ്ട് എങ്കിൽ അവിടെ മാത്രം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ പ്രോബ് ബൈൻഡ് ചെയ്ത DNA ആ സ്ട്രാൻഡ് പോയി ബൈൻഡ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ ഇത് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ, ഞാൻ ഇത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കും. ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത്
ആ ഫോട്ടോയിൽ ആ ഭാഗം മാത്രം മിസ്സിങ് ആയിരിക്കും. മനസ്സിലായി? അത്രയും പാർട്ട് മാത്രം എന്തായിരിക്കും? മിസ്സിങ് ആയിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എന്തുണ്ട്, എന്തോ ഒരു ജീൻ മ്യൂട്ടേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നോർമലി എനിക്ക് അറിയാവുന്ന ഹ്യൂമൻ DNA നിന്ന് ഇതിനൊരു വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കും. ഓക്കെ, ഈ 3 ടെസ്റ്റുകളാണ് മെയിൻലി എയർലി ഡയഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. PCR, ELISA, പ്രോബ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് പ്രോബ്. ഇനി അടുത്തത്, given below the diagram of 2 bioreactors. ഓക്കെ, 2 ബയോറിയാക്ടറുടെ പടം കൊടുത്തിട്ടുണ്ട്, എയും ബിയും. അപ്പം ഫസ്റ്റത്തെ നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ എന്താണ്? ഐഡന്റിഫൈ ചെയ്യുക. ഒന്നാമത്തതിന്റെ ഐഡന്റിഫൈ ചെയ്യുക, രണ്ടാമത്തത് ഐഡന്റിഫൈ ചെയ്യുക. ഇനി അടുത്ത് രണ്ടാമത്തെ ചോദ്യം, കമ്പയർ ദ ഫങ്ഷനിങ് മെക്കാനിസം ഓഫ് 2 റിയാക്ടേഴ്സ്. ഈ റിയാക്ടേഴ്സിന്റെ ഫങ്ഷനിങ് മെക്കാനിസം എന്താണെന്ന് കൂടെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റിനകത്ത്. അപ്പം ഉത്തരത്തിലോട്ട് പോവാം. ആദ്യത്തേന് നമ്മൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടേഴ്സ് എന്ന് പറയും. എന്താണ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടേഴ്സ്? രണ്ടാമത്തത് സ്പാരേജ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അടുത്ത്, കമ്പയർ ദ ഫംഗ്ഷൻ മെക്കാനിസം ഓഫ് ദീസ് 2 റിയാക്ടേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ രണ്ടിന്റെ ഫംഗ്ഷൻസ് ഞാൻ കമ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്കകത്ത് എന്തുണ്ട്? സ്റ്റിറർ ഉണ്ട്. ഇതിനെ എന്താണ് മെക്കാനിക്കലായിട്ട് ഇതിനെ കലക്കാൻ പറ്റുന്ന സ്റ്റിറേഴ്സ് ഇതിനകത്തുണ്ട്. ഇവിടെ നോക്കിയാലും ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടിന്റെയും പേരിൽ എന്ത് കാണുന്നത്? സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ എന്ന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ രണ്ടാമത്തേനകത്ത് ഒരു വാക്കുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സ്പാരേജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്പാരേജ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ എന്ന് വെച്ചാൽ അതിനകത്ത് എന്ത് വെച്ചിട്ടുണ്ട്? സ്പാരേജർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്ത് വെച്ചിട്ടുണ്ട്? സ്പാരേജർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്പാരേജറിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ അകത്തോട്ട് പമ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഓക്സിജൻ അകത്തോട്ട് പമ്പ് ചെയ്യുമ്പോൾ ഈ ബ്ലെൻഡർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ സ്റ്റിറർ എന്ത് ചെയ്യും? ഇതിനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനകത്ത് എന്ത് ഫോം ചെയ്യും? എയർ ബബിൾസ് ഫോം ചെയ്യും. ഇമേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അറിയാം, രണ്ടാമത്തെ ഇമേജിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? എയർ ബബിൾസ് ഫോം ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ നോർമൽ, അതിനകത്ത് ഓൾറെഡി കുറച്ച് ഓക്സിജൻ പ്രസന്റ് ആയിരിക്കും, അതിനകത്ത് ന്യൂട്രിയൻസ് ഉണ്ടാവും, അതിനകത്ത് നമ്മൾ എന്താണ് നമ്മുടെ ബാക്ടീരിയയോ നമ്മുടെ പുതിയ ട്രാൻസ്ജനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അതിനകത്ത് ഉണ്ടാവും. അതിനെന്ത് ചെയ്യുക? സ്റ്റിർ ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് പ്രോഡക്റ്റുകൾ എടുത്തോണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് ഫസ്റ്റത്തേനകത്ത് നടക്കുന്നത്. രണ്ടാമത്തേനകത്ത് അത് മാത്രമല്ല, അതിനകത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ സപ്ലൈ കൂടെ നമ്മൾ കൊടുക്കും. അപ്പം അതിനകത്ത് സ്റ്റിറിങ് മാത്രമല്ല എയർ ബബിൾസും ഫോം ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഫംഗ്ഷൻ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നില്ല. ഓക്കെ, അവിടെ ഒരു സ്പാരേജർ ഇല്ല. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ എന്ത് കൊടുക്കുന്നില്ല? ഓക്സിജൻ കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അനേറോബിക് കൾച്ചേഴ്സ് വളർത്തിയെടുക്കാൻ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടൈപ്പാണ്. ഓക്കെ, സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടേഴ്സ് ആണ് അനേറോബിക് കൾച്ചേഴ്സ്. കാര്യം അതിനകത്ത് ഓക്സിജന്റെ അളവ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് അനേറോബിക് ആയിട്ടുള്ള കൾച്ചേഴ്സിനെ വളർത്തിയെടുക്കാൻ അതാണ് ഏറ്റവും നല്ലത്. ഇനി രണ്ടാമത്തതിലോട്ട് നോക്കിയാലോ? രണ്ടാമത്തതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? എയർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് എയ്റോബിക് കൾച്ചേഴ്സിന് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ഉത്തരവായിട്ട് എഴുതിയിട്ടുള്ളത്. സ്റ്റിർഡ് ടാങ്കിനകത്ത് എന്താണ് സ്റ്റിർഡ് ടാങ്കിനകത്ത് നമ്മൾ മെക്കാനിക്കൽ സ്റ്റിറിങ് മാത്രമാണ് അതിനകത്ത് ഉള്ളത്. ഇത് എന്തിനാണ്? അനേറോബിക് കൾച്ചേഴ്സിനെ വളർത്തിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. ഇനി സ്പാരേജ് സ്റ്റിർഡ് ടാങ്കിനകത്തോ അതിനകത്തൊരു അഡീഷണൽ സ്പാരേജർ വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യും? അഡീഷണൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? എയ്റോബിക് കൾച്ചേഴ്സിനെ വളർത്താനും ഏറ്റവും അനുയോജ്യമാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. given below the organism of a grassland ecosystem. അപ്പം ഒരു ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റത്തിനകത്തുള്ള കുറച്ച് ഓർഗാനിസത്തിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാസ് ഹോപ്പർ, ഗ്രാസ്, സ്നേക്ക്, ഫ്രോഗ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഇതിനകത്ത് ഡ്രോ ദ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്നുള്ളതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, എന്താണ് വരയ്ക്കേണ്ടത്? പിരമിഡ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് വരയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ഏത് തന്നെ പിരമിഡ് വരച്ചാലും പിരമിഡിന്റെ ഏറ്റവും ബേസ് ലെവൽ ഒക്യുപ്പൈ ചെയ്യുന്നത് എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. അതിന്റെ തൊട്ട് മുകളിൽ പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിഷറി കൺസ്യൂമേഴ്സ്, ഇങ്ങനെ ആയിരിക്കും നമ്മൾ പിരമിഡ് ഉണ്ടാക്കുക, അല്ലേ? അപ്പം ഈ പിരമിഡ് ഉണ്ടാക്കുന്ന സമയത്ത് നോർമലി ആര് പറഞ്ഞു? ഏറ്റവും ബേസിൽ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു, അല്ലേ?
അപ്പൊ ഇവിടെ അതാണ് ചോദിച്ചിട്ടുള്ളത്, ഡ്രോ ദ പിരമിഡ് ഓഫ് നമ്പേഴ്സ്. ഇവിടെ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഞാൻ വരയ്ക്കാം. അപ്പൊ പിരമിഡ് ഓഫ് നമ്പേഴ്സിന് ഏറ്റവും താഴെ വെക്കേണ്ടത്, ഏത് പിരമിഡ് ആയാലും ഏറ്റവും താഴെ വെക്കേണ്ട ആരാണ്? പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഇവിടുത്തെ പ്രൊഡ്യൂസർ ആരാണ്? ഗ്രാസ്. അത് താഴെ വെച്ചു. ഇനി പിരമിഡ് ഓഫ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും എണ്ണം കൂടിയതും എന്ത് തന്നെയായിരിക്കും? ഗ്രാസ് തന്നെയായിരിക്കും. ഓക്കെ. ഇനി അതിന്റെ തൊട്ട് മുകളിൽ വരുന്ന ആരായിരിക്കും? ഗ്രാസ് ഹോപ്പർ ആയിരിക്കും. ഇനി അതിനേക്കാളും കുറച്ചുകൂടെ എണ്ണം കുറഞ്ഞത്, അല്ലെങ്കിൽ അതിനെ കഴിക്കുന്ന സാധനമായിട്ടുള്ള ഫ്രോഗ് ആയിരിക്കും അതിന്റെ മുകളിൽ വരുന്നത്. ഇനി ഏറ്റവും എണ്ണം കുറഞ്ഞതായിരിക്കും നമ്മുടെ എന്താണ്? കൺസ്യൂമേഴ്സ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കൺസ്യൂമേഴ്സ്, അവര് ആയിരിക്കും ഏറ്റവും എണ്ണം കുറവും പിരമിഡിന്റെ മുകളിൽ വരുന്നത്. ഓക്കെ, കണ്ടോ ഇവിടെ കൊടുത്തിട്ടുള്ള കണ്ടോ? ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് ഗ്രാസ് ആയിരിക്കും, അതിന് തൊട്ട് മുകളിൽ വരുന്ന ഗ്രാസ് ഹോപ്പേഴ്സ്, അതിന്റെ തൊട്ട് മുകളിൽ ഫ്രോഗ്, അതിന്റെ തൊട്ട് മുകളിൽ സ്നേക്ക്. ഓക്കെ, ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് എന്ത് പോകുന്നത്? പിരമിഡ് ഓഫ് നമ്പേഴ്സ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ മറൈൻ എക്കോസിസ്റ്റം ഈസ് ഇൻവേർട്ടഡ്. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താണ്? പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ എ മറൈൻ എക്കോസിസ്റ്റം ഈസ് ഇൻവേർട്ടഡ്. ഗിവ് ദ റീസൺ. ഓക്കെ, അപ്പൊ നമ്മളൊരു മറൈൻ എക്കോസിസ്റ്റം എടുത്തിട്ട് അതിന്റെ പിരമിഡ് ഓഫ് ബയോമാസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത്, തല തിരിഞ്ഞിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ താഴെ വരുന്നത് എപ്പോഴും എന്തായിരിക്കും? പ്രൊഡ്യൂസർ ആയിരിക്കും അല്ലെ? താഴെ വരുന്നത് എപ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കും. താഴെ വരുന്ന എപ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കും. അതിന് മുകളിൽ വരുന്നത് കൺസ്യൂമർ എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പിരമിഡ് ഇൻവേർട്ടഡ് ആയിട്ട് മാറത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിന്റെ കാര്യം നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നോർമലി പ്രൊഡ്യൂസേഴ്സ് എണ്ണം കൂടുതലായിരിക്കണം അല്ലെ? പ്രൊഡ്യൂസേഴ്സ് എണ്ണം കൂടുതലായിരുന്നാൽ മാത്രമേ, അതായത് കൺസ്യൂമേഴ്സിനെക്കാളും പ്രൊഡ്യൂസേഴ്സ് എണ്ണം കൂടുതലായിരുന്നാൽ മാത്രമേ ഈ കൺസ്യൂമേഴ്സിനെ നിലനിർത്താൻ പറ്റുള്ളൂ അല്ലെ? കൺസ്യൂമേഴ്സിനെ നിലനിർത്താൻ പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ മറൈൻ എക്കോസിസ്റ്റത്തിന് അവർ പറയുന്നത് പ്രൊഡ്യൂസേഴ്സിന്റെ എണ്ണം കൺസ്യൂമേഴ്സിനെക്കാളും കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പിരമിഡ് ഇൻവേർട്ടഡ് ആയിട്ട് വരുന്നത്. അപ്പം അതിന്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. നോർമലി നമ്മൾ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റം അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള മെയിൻ കൺസ്യൂമേഴ്സ് അറിയാമല്ലോ, ഫിഷസ് ആണ്. ഇപ്പൊ ഫിഷസിന്റെ എണ്ണം അതിനകത്തുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൻസിന്റെയും സൂപ്പ് പ്ലാങ്ക്ടൻസിന്റെ എണ്ണത്തെക്കാളും ഒരുപാട് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ പിന്നെ എങ്ങനെയാണ് ആ എക്കോസിസ്റ്റം നിലനിൽക്കുന്നത്? കാരണം പ്രൊഡ്യൂസേഴ്സിന്റെ എണ്ണം എന്താണ് കൺസ്യൂമേഴ്സിനെക്കാളും കുറവായി കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് മുഴുവനായിട്ട് ഈ പ്രൊഡ്യൂസേഴ്സിനെ തിന്ന് തീർക്കത്തില്ലേ? അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ എക്കോസിസ്റ്റത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ എന്നിട്ടും നിലനിൽക്കുന്നു. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഈ പ്രൊഡ്യൂസേഴ്സ്, മറൈൻ എക്കോസിസ്റ്റത്തിനകത്തുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ഭയങ്കരമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ആണ് അതിന് കാരണം. മനസ്സിലായോ? അവര് നശിക്കുന്നുണ്ട് എങ്കിലും അതുപോലെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്ത്? അതിന്റെ റീസൺ. ഓക്കെ, in aquatic ecosystem pyramid of biomass is inverted because biomass in phytoplankton is less compared with that of small herbivorous fish that feed on these producers. കണ്ടോ? അപ്പം ഈ സ്മോൾ ഹെർബിവറസ് ഫിഷിനെക്കാളും എന്താണ് അതിനകത്തുള്ള ഫൈറ്റോപ്ലാങ്ക്ടൻസിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആ പിരമിഡ് ഇൻവേർട്ടഡ് ആയിട്ട് വരുന്നത്. എന്നിട്ടും ആ എക്കോസിസ്റ്റം നിലനിൽക്കുന്നു. അതിന്റെ റീസൺ എന്താണ്? ഇതിന്റെ ഹൈ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് റൈറ്റ് ഇൻ എനി വൺ ലിമിറ്റേഷൻ ഓഫ് എക്കോളജിക്കൽ പിരമിഡ്. ഓക്കെ, അപ്പൊ എക്കോളജിക്കൽ പിരമിഡിന്റെ ഏതെങ്കിലും ഒരു ലിമിറ്റേഷൻ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉത്തരത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്കോളജിക്കൽ പിരമിഡ് ഡസ് നോട്ട് അക്കോമഡേറ്റ് ഫുഡ് വെബ്. ഓക്കെ, ഫുഡ് വെബിനെ അത് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എപ്പോഴും ഇവരെന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? എക്കോളജിക്കൽ പിരമിഡിനകത്ത് എന്ത് മാത്രം നടക്കുന്നുള്ളൂ? ഫുഡ് ചെയിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരിക്കലും ഒരു ചെയിൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ അല്ല എനർജി ഫ്ലോ നടക്കുന്നത്. റിയൽ വേൾഡ് കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ഇപ്പം നമ്മളൊരു ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രാസ്, ഈ ഗ്രാസിനെ എന്താ ബേർഡ്സ് കഴിക്കുന്നു, ബേർഡ്സിനെ അത് കഴിഞ്ഞ് സ്നേക്ക് കഴിക്കുന്നു. ഇങ്ങനെ ഒരു ഫുഡ് ചെയിൻ എനിക്ക് ഉണ്ടാക്കാം അല്ലെ. ഇനി അതുപോലെ തന്നെ എന്താണ് ഗ്രാസ് എന്താണ് ഫ്രോഗിനെ സ്നേക്ക് കഴിക്കുന്നു. ഈ ഒരു ഫുഡ് ചെയിൻ ഉണ്ട്. പക്ഷെ എന്ത് പറയട്ടെ, നമ്മളെ ഗ്രാസിനെ കഴിക്കുന്നത് ഫ്രോഗും ആവാം, ബേർഡ്സും ആവാം, ആരുമാണോ ആവാം അല്ലെ. അപ്പൊ
ഒരു സബ്സ്റ്റൻസിനെ തന്നെ ഫിക്സ് ചെയ്ത് കഴിക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പൊ എന്താണ് നമ്മുടെ കരടി എടുക്കാം. കരടി എന്ന് പറഞ്ഞാൽ ഒരു ഓംനിവോറാണ്. അപ്പം അതിന് വേണമെങ്കിൽ അതൊരു കാർണിവോർ എന്നുള്ള റോളിലും പ്രവർത്തിക്കാം, ഒരു ഹെർബിവോർ എന്നുള്ള ലെവലിലും പ്രവർത്തിക്കാം അല്ലെ. അതായത് അതിന് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഫ്ലഷും കൺസ്യൂം ചെയ്യാം. അപ്പൊ അത് അത് പ്രൈമറി കൺസ്യൂമറിന്റെ ലെവലിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ സെക്കൻഡറി കൺസ്യൂമറിന്റെ ലെവലിലോ ടെറിഷറി കൺസ്യൂമേഴ്സിന്റെ ലെവലിലോ ഒക്കെ കയറുന്നു. മനസ്സിലായോ? അപ്പം ഇതാണ് ശരിക്കും ആക്ച്വൽ ആയിട്ട് നടക്കുന്നത്. ഒരു ഫുഡ് വെബ് എന്ന് പറയുന്ന സിസ്റ്റമാണ് നാച്ചുറലി നമ്മുടെ എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്നത്. പക്ഷെ നമ്മുടെ എക്കോളജിക്കൽ പിരമിഡിനകത്ത് അത് എടുക്കുന്നുണ്ടോ? ഇല്ല. അവരതിന് പകരം ഫുഡ് ചെയിൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഫുഡ് വെബ് അവോയ്ഡ് ചെയ്തു. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തത്, ഡു നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് സെയിം സ്പീഷീസ് ബിലോങ്ങിങ് ടു 2 or more ട്രോഫിക് ലെവൽസ്. ഓക്കെ, ഇനി ഒരു സെയിം സ്പീഷീസ് തന്നെ 2 ട്രോഫിക് ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അക്കൗണ്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കി. ഫുഡ് ചെയിനകത്ത് ഗ്രാസ്, എന്താ പറയട്ടെ, പ്ലാന്റ്സ് എടുക്കാം. പ്ലാന്റ്സിനെ എടുക്കാം. പ്ലാന്റ്സിൽ അതിനകത്തുള്ള ഡയറക്റ്റ് ആയിട്ട് സീഡ് ഈറ്റ് ചെയ്യുന്ന ബേർഡ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ബേർഡ്സിനെ ഈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടാക്കുക. അപ്പം ഇവിടെ ഇത് പ്രൈമറി കൺസ്യൂമറാണ്. ഓക്കെ, ഇനി പ്ലാന്റ്സ്, ഈ പ്ലാന്റ്സിനെ കഴിക്കുന്ന ഇൻസെക്ട്സ് ഉണ്ടാകും. ഈ ഇൻസെക്ട്സിനെ കഴിക്കുന്ന ബേർഡ്സ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ബേർഡ്സിന്റെ പൊസിഷൻ ഏതാണ്? സെക്കൻഡറി കൺസ്യൂമറാണ്. ബേർഡ്സ് ഇപ്പൊ ആരാണ്? സെക്കൻഡറി കൺസ്യൂമറാണ്. അപ്പം ഈ സെയിം ബേർഡ്സ് തന്നെ അതിന് വേണമെങ്കിൽ ഇൻസെക്ട്സിനെ കഴിക്കാം, വേണമെങ്കിൽ അതിനെന്ത് ചെയ്യാം, ഇൻസെക്ട്സിനെ കഴിക്കാം, അല്ലെങ്കിൽ അതിനെന്ത് കഴിക്കാം, ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിൽ കിട്ടുന്ന സീഡ്സോ ബെറീസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. അപ്പം ഇത് 2 ട്രോഫിക് ലെവലിൽ ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. ഒന്നേ അത് പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്ന ട്രോഫിക് ലെവലിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അത് സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുന്ന ട്രോഫിക് ലെവലിൽ നിൽക്കുന്നു. പക്ഷെ നമ്മുടെ എക്കോളജിക്കൽ പിരമിഡിനകത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതായത് ഒരു സ്പീഷീസ് ഏതെങ്കിലും 2 ട്രോഫിക് ലെവലിൽ ഒക്കുപ്പൈ ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കുന്നില്ല? എക്കോളജിക്കൽ പിരമിഡിനെ കൊണ്ട് സാധിക്കുന്നില്ല. അതൊരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, ഇനി നേരത്തെ സാറ് പറഞ്ഞ പോലെ അസ്യൂം സിമ്പിൾ ഫുഡ് ചെയിൻ, ഒരു സിമ്പിൾ ഫുഡ് ചെയിൻ മാത്രമേ എടുക്കുന്നുള്ളൂ, വിച്ച് നെവർ എക്സിസ്റ്റ് ഇൻ നേച്ചർ. അതൊരിക്കലും നേച്ചറിൽ അത് പോസിബിൾ അല്ല. ഇങ്ങനെ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഫുഡ് വെബ് ആണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്ത് എടുക്കുന്നില്ല? സാപ്രോഫൈറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എന്തിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? സാപ്രോഫൈറ്റ്സിനെ എന്ത് ചെയ്യുന്നില്ല? ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പൊ മക്കളെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് സാർ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.